നിങ്ങൾ ചൊറിയായിരുന്നു എം ജിയിൽ പിന്നെ ഞങ്ങളുടെ ഷോറൂമിലും വന്നായിരുന്നു. അറിയത്തില്ല റീസണോ കാര്യങ്ങളോ എന്തോന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് സിറ്റുവേഷനിലോട്ട് പോകായിരുന്നു. അല്ല നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നി, നിങ്ങളത് പറഞ്ഞു. ഞങ്ങൾക്ക് ഒന്നും തോന്നിയില്ല, വെറുതെ നമുക്കൊന്നും തോന്നിയില്ല. സിറ്റുവേഷൻ എടുക്കുന്ന രീതിയിലാണ് തോന്നുന്നു. പഴയ എന്തുവാ കുറച്ച് ദിവസം മുമ്പേ ഒരിതുണ്ടായിരുന്നു. അത് 2 ആഴ്ച 3 ആഴ്ച കണ്ടായില്ലേ? 2 ആഴ്ച ഒന്നും അല്ല, 1.5 സംതിങ് ആഴ്ച എന്തോ ആയതേ ഉള്ളൂ. 1.5 എന്നെ ആഴ്ച എന്നിട്ട് ഒരാള് ഫോണ് വിളിച്ചായിരുന്നു നിങ്ങളുടെ ഭാഗത്ത്, ആരാന്നൊന്നും എനിക്കറിയത്തില്ല. എന്തുവാ അല്ല നിങ്ങൾ എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നിട്ട് നിങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങക്ക് എന്തോ ഇപ്പൊ പറ്റില്ല, ഞങ്ങൾ ആളില്ല. എപ്പോ വിളിച്ചാലും സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു. അന്നും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടർഫോ ടി ഡി എന്തോ ആയിരുന്നു, ഭോഗമായിരുന്നു. കഴിഞ്ഞ ഉടനെ നിങ്ങൾ അതിന് വിളിച്ച മുമ്പ് ഒരു ദിവസം ഞങ്ങൾ അവിടെ വന്നായിരുന്നു. അന്ന് അതെനിക്കറിയത്തില്ല. എന്നിട്ട് ഞങ്ങള് നിങ്ങളുടെ മെമ്പേഴ്സിനോട്, അതായത് നിങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണേ. സോ എന്നിട്ട് ഒന്നും ഒരു മൈൻഡില്ല. സോ അതാണ് ഇന്ന് എം ജി കണ്ടപ്പം സംസാരിക്കാന്ന് ഓർത്ത് വന്നേ. അപ്പം അങ്ങോട്ട് തന്നെ നമ്മള് നോർമലി തന്നെ നമ്മളെ ഇതാക്കാത്തൊരു ടീമിനെ നമ്മൾ അങ്ങനെ നോക്കത്തുള്ളൂ. സോ ആ രീതിയിൽ അങ്ങ് സംസാരിച്ചു, നിങ്ങളും ഇങ്ങനെ തിരിച്ച് സംസാരിച്ചു, ട്രിഗറായി. അതാണ് ഉണ്ടായത്. 1.5 ആഴ്ച മുമ്പുള്ള സിറ്റുവേഷൻ. 1.5 ആഴ്ച മുമ്പുള്ള സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് കാഷ്വൽ ടോക്ക് ആയിട്ടേ ഉള്ളു. ഞങ്ങൾ ജസ്റ്റ് കാഷ്വൽ ടോക്ക് ആയിട്ടേ എടുത്തിട്ടുള്ളൂ. ഇന്ന് ഞങ്ങൾ ഇന്ന് ആ ഒരു സിറ്റുവേഷന്റെ ഒരു രീതിയിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പിന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ ഇതാ നിങ്ങളെ കണ്ടില്ലായിരുന്നു, പിന്നെ ഇന്നാ കാണുന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ എങ്ങനെ നിങ്ങൾ കാര്യം പറഞ്ഞു. അതായത് എം ജിയിൽ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കും. അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തോന്ന് അറിയാൻ വേണ്ടി ആ മീറ്റിംഗ് വിളിച്ചു. അതാ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞു ഇറങ്ങി അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഇനിയിപ്പൊ ഇതേപോലെ എന്നെ എന്തിനാ വെറുതെ നീട്ടിക്കൊണ്ട് പോകുന്നു? ഇനിയിപ്പൊ ഇതേപോലെ എന്നെ ഒന്നും ആയില്ലെന്നുണ്ടെ വീണ്ടും കാണുമ്പോ സംസാരവും. ഇത് നമുക്ക് ഇന്നങ്ങ് തീർക്കാം. എന്താന്ന് വെച്ചാൽ വാർ വിളിച്ചു, നിങ്ങൾ വിളിച്ചു, ഞങ്ങൾ അക്സെപ്റ്റ് ആക്കിയിട്ടോളാം. ഒരു സാധനം ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ ഒരു വലിയൊരു കാര്യം ഞാൻ പറയാം, ഒരു ചെറിയൊരു ഡിമാൻഡ്. അതായത് നിങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ കുറെ നാളായി, അതായത് കുറെ ദിവസമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, മറ്റേ ഡിമോട്ടേഴ്സ് കോൺട്രാക്റ്റോ എന്താണ് സാധനം. സോ അത് ഞങ്ങളാ ജയിക്കുന്നുണ്ടെ ഞങ്ങൾക്ക് ഒരു വണ്ടി ചേഞ്ച് ചെയ്യണം ഒരാളുടെ പേരിലോട്ട്. ഓക്കെ അല്ലെന്നുണ്ടെന്നുണ്ടെ അല്ല വേണ്ട, നിങ്ങൾ ഡീ കോൺട്രാക്ട് തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഗവൺമെന്റിന്റെ ഓർഡർ, അത് കൊടുക്കാൻ പാടില്ല. അപ്പൊ വണ്ടിയുടെ ഇത് വരുന്നത്, വില വരുന്ന ഏകദേശം എങ്ങനെയാ? അത് നിങ്ങൾ 10% അങ്ങനെ അപ്പൊ ഒരു 2 വണ്ടി മാറണം. ഓക്കെ, നോർമൽ വണ്ടി തന്നെ 2 വണ്ടി. പിന്നെ നിങ്ങൾക്ക് എന്താ ഡിമാൻഡ് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പൊ ഏതൊക്കെ വണ്ടി അത്? അപ്പൊ അതിന് റേറ്റ് അനുസരിച്ചിട്ട് അല്ല വണ്ടി നമ്മൾ അതിനനുസരിച്ച് പറയാം ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്കൊരു എന്താ പറയണ്ടേ, പറഞ്ഞു ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ. സുഹൃത്തേ, 2 ദിവസം കണ്ണും നോക്കിയിരിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. നമുക്കൊരു 1CR എമൗണ്ട് വെച്ചിട്ട് അതിന്റെ 10 അത് 1CR ഏറ്റവും കൂടുതൽ 1CR ആടാ. നോക്ക്, ലൈറ്റ് ആക്കല്ലേ, പറ പെട്ടെന്ന് പറ. പറയൂ ഗയ്സ്, കം ഓൺ. 30. ഹലോ, അവിടെ 30 lakh വൈറ്റ് ഇട്ടാ. ഓക്കെ. ഞങ്ങള് വിളിച്ചേക്കാം റെഡി ആയിട്ട്. എനിക്ക് ടൈം ഒന്നും ഇല്ലല്ലോ ഇന്നെ, അതോ ജസ്റ്റ് റെഡി ഇല്ല, ഒത്തിരി ഡിലേ ആക്കല്ലോ. നമ്മള് എല്ലാരും കേറി ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ മറ്റേ കോമൺ ആയിരിക്കും യൂസ് ആക്കുന്നത്. നിങ്ങൾ മറ്റേ ഇട്ടാ മതി. അപ്പൊ നിങ്ങൾ വിളിക്കുമല്ലോ. വിളിച്ചേക്കാം. ഓക്കെ, ഇറങ്ങി വാ.